ഷീനയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്നല്ലേ, എല്ലാവരും വന്നിക്ക. വീഡിയോ എടുത്തപ്പോ എല്ലാവരും വന്നിക്ക. ഇത് നോക്ക്, ബ്യൂട്ടി ഗേളായിട്ട് ഇപ്പൊ എവിടേക്കായ അതാ പൈമോൻ ഇതാ വണ്ടി വാങ്ങിച്ച് കാണിച്ചെടുക്ക്. അതാ പൈമോന് വണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. പൈമോൻ വണ്ടി കാണിച്ചെടുക്ക്. അതാ പള്ളി നേർച്ചയ്ക്ക് പൈമോന് വാങ്ങിച്ച വണ്ടിയാണ്. സുന്ദരി കോതയായിട്ട് എവിടേക്കാ കുഞ്ഞോണ്? അപ്പൊ എല്ലാവരും എന്റെ ആദ്യത്തെ പ്രൊമോഷൻ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ആ ബൊമ്മയൊക്കെ കാണിച്ചു കൊടുക്കട്ടോ. അപ്പൊ എല്ലാവരും എന്റെ ആദ്യത്തെ പ്രൊമോഷൻ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്ന് നമുക്ക് ചെറിയൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ ഉണ്ടെങ്കിലും അതിന്ന് ഒരു 500 രൂപ എടുത്തിട്ട് എന്റെ കുട്ടികൾക്ക് ഇന്ന് വൈകുന്നേരം പോയി ജ്യൂസും കടയിൽ പോയിട്ട് അവർക്ക് എന്താണോ പറയുന്നത് ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം എന്ന് എന്റെ ആഗ്രഹമാണ്. അപ്പൊ അതിന് വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മള്. അപ്പൊ എന്താ പറയാ, ചെറിയൊരു എമൗണ്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ എമൗണ്ടിന് അപ്പുറത്ത് ഒരുപാട് വലിയ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ പള്ളി നേർച്ചയ്ക്ക് വാങ്ങിച്ചതാണ്. അവൻ ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഓ ശരി ശരി ശരി. അപ്പൊ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇന്ന് അതിന്നൊരു ചെറിയ എമൗണ്ട് എന്റെ കുട്ടികൾക്കും ഇക്കാക്കും വേണ്ടിയിട്ട് ചെലവാക്കണം. കുറെ ആയി അവരെ വെളിയിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടും. അപ്പൊ ഈ ചെറിയ എമൗണ്ട് ഇന്ന് അത് ചെയ്തിട്ടേ ബാക്കി എന്ത് കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു തീരുമാനം എടുത്തതാണ്. അപ്പൊ എന്താ, അതിനുവേണ്ടി പോകുകയാണ് കേട്ടോ. അപ്പൊ നമ്മളുടെ അടുത്ത് ഇവിടെ അത്യാവശ്യം നല്ല കൂൾ ബാറൊക്കെ ഉള്ളത് ഇവിടെ കുഴൽമന്നം പറയും കേട്ടോ. അവിടെയാണ് ഇപ്പൊ നമ്മുടെ അത്യാവശ്യം നല്ല കൂൾ ബാറൊക്കെ ഉള്ളത്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ കട താത്താന്റെ. ഓ ശരി ശരി. അപ്പൊ ഇക്കാന്റെ വണ്ടി തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മൾ പോവുകയാണ്. നിങ്ങളുണ്ട് കൂടെ. ശരി, നിങ്ങളുണ്ട് കൂടെ. അപ്പൊ നിങ്ങളുണ്ട് കൂടെ. അപ്പൊ നമുക്ക് പോയിട്ട് ജ്യൂസൊക്കെ കുടിച്ച് ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചു. അപ്പൊ ഇതാ കുഞ്ഞു ഒരുക്കം തുടങ്ങിയിരിക്കണം കേട്ടോ. അവളെ പറ്റിയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നല്ല ഒരുക്കാണ്. എവിടെ പോകണമെങ്കിലും നല്ല മേക്കപ്പ് ചെയ്യണം അവൾക്ക്. കുഞ്ഞൊരുക്കം കഴിഞ്ഞ് ഇതാ ഫൈമ നോക്കാൻ പോയതാണ് അവളിനെ. ഫൈമ ഭയങ്കര സന്തോഷത്തില്ല. ഫൈമോന് ജ്യൂസ്, വെളിയിൽ പോവുക അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ രണ്ടാളിത് നല്ലപോലെ ഹാപ്പി ആയിട്ട് ഇറങ്ങുന്നുണ്ട്. എന്നെ ഒന്ന് പുറത്താക്കിയിട്ട് വേണം വീടൊന്ന് കൂട്ടാൻ. അതായത് ഇക്കാന്റെ ജോലിയാണ്. എവിടെ പോകുമ്പോഴും വീട് കൂട്ടുന്നത് ഇക്കാന്റെ ജോലിയാണ്. അപ്പൊ അത് പറഞ്ഞിട്ട് നിൽക്കാം. അങ്ങനെ ഇതാ പുറത്തിറങ്ങിയപ്പോ ഫൈമോന് ഊഞ്ഞാലാടാണ് കേട്ടോ. പോണ സമയത്ത് ഞാൻ എന്റെ കാലിൽ തട്ടല്ലേ ഫൈമൂന്ന് പറയാണ്. അങ്ങനെ ഇതാ ഇക്ക വീട് പൂട്ടിയിട്ട് നമ്മളിനി പോവാൻ പോവുകയാണ്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അൽഹംദുലില്ലാ. അപ്പോൾ ഇങ്ങനൊരു നമുക്ക് പ്രൊമോഷൻ കിട്ടി. എനിക്ക് ആ ചാൻസ് തന്ന അവർക്കും ഞാൻ ഈ സമയം ഒരുപാട് നമ്മൾ ചെയ്തിട്ടാണ് എന്നാലും ഞാൻ നന്ദി പറയുന്നത്. കാരണം അങ്ങനൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഹാപ്പി ആവാൻ പറ്റിയത്. എൻ്റെ അപ്പൊ അതാ അങ്ങനെ കുഴൽമന്നം എത്തിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം തെരഞ്ഞു പോയത് പണ്ട് ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. അതിനെ തെരഞ്ഞു പോവുമായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അത് ഫോൺ കടയായിരിക്കുന്നു. ആ ജ്യൂസ് കട അവിടെ നിന്ന് മാറിപ്പോയിരിക്കുന്നു. എന്താണെന്നറിയില്ല. പിന്നെ അങ്ങനെ ഇപ്പോൾ അവിടെ നിന്ന് എന്തായാലും തിരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ ആ കട പ്രതീക്ഷിച്ചുകൊണ്ടാണ് വന്നത്. പക്ഷെ ഇപ്പം അതൊരു മൊബൈൽ ഷോപ്പ് ആയിരിക്കുകയാണ് കണ്ടോ. ഇതൊരു കൂൾ ബാർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് മൊബൈൽ ഷോപ്പായി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു കാര്യമില്ല, വേറെ നോക്കാന്ന് പറഞ്ഞ് തിരിഞ്ഞു വന്നു. പിന്നെ ഒരു ഐസ്ക്രീം മാത്രം ഉള്ള കടയാണ് കണ്ടത്. അപ്പോൾ അതിലും പറ്റില്ല. അപ്പോൾ നമ്മൾ പുതിയൊരു ഹോട്ടൽ വന്നിട്ടുണ്ട് കേട്ടോ, രുചികരം പറഞ്ഞിട്ട്. അതിൽ പോയി. അപ്പോൾ അതിലാകുമ്പോൾ ഫ്രഷും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ പോയി. അപ്പോൾ കുഞ്ഞ് ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ, നല്ല സന്തോഷത്തിലാണ്. ഫൈമോന് ഗ്ലാസും വെള്ളവും ജഗ്ഗൊക്കെ ഉണ്ട്. ഫൈമോ പിന്നെ എവിടെ പോയാലും പിണക്കല്ലേ, എന്താണെന്നറിയില്ല കാര്യം. അവന് വഴി കൂടെ കണ്ടതോ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ എവിടെ പോയാലും കരച്ചിലും പിണക്കും എന്തായാലും ഉണ്ടാവും.
അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ഉണ്ട്. ഇക്കാക്ക് ഇത് വേണം, ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു. പക്ഷെ ഇക്കാനും ഒന്നും കുടിക്കാൻ അയച്ചില്ല കേട്ടോ. എന്താണ് ഫൈവിന് കുടിക്കുന്നു കേട്ടോ. ഫൈമോനെ അവനിക്കാ വാങ്ങിച്ചത് ഇക്ക. എനിക്കാണ് പറഞ്ഞത് അവന്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് വേറൊരു സാധനമായിരുന്നു അവൻ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞത്. അപ്പൊ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഇക്ക ഇത് വാങ്ങിച്ചു എനിക്കാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ കുടിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിക്കുമ്പോ ഇക്ക പറഞ്ഞു എനിക്ക് ജ്യൂസ് വേണ്ട, എനിക്ക് പൊറോട്ട വേണമെന്ന് പറഞ്ഞു. ഇക്കാക്ക് പണ്ട് മുതലേ പൊറോട്ട നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല പൊറോട്ട നല്ല കഴിക്കലുണ്ട്. അപ്പൊ ഇപ്പൊ കുറേ ആയിട്ട് ഇങ്ങനെ കഴിക്കലൊന്നുമില്ല. അപ്പൊ പിന്നെ എനിക്ക് സങ്കടം വന്നു. വേണം, എന്നോട് പറഞ്ഞു വേണം എനിക്ക് പൊറോട്ട വാങ്ങിച്ച് തരുമോന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ ഇനിയിപ്പോ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് വിഷമാവും. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, ഇക്ക കഴിച്ചോ, 2 പൊറോട്ട കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് അങ്ങനെ ഇക്ക പൊറോട്ട കഴിച്ചു. ഞങ്ങൾക്ക് ഇതാ അവിൽ മിൽക്ക് ഷേക്ക് ആട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് ഈ ഐസ്ക്രീമൊക്കെ ഇട്ട് അങ്ങനെയുള്ളതൊക്കെ പറ്റുള്ളൂ. ഫലൂദ വേണമെന്നാണ് പറയുന്നത്. ഇവിടെ ഒന്നും അങ്ങനെ ഫലൂദയൊന്നും ഇല്ല. അപ്പൊ അവിൽ മിൽക്ക് ഷേക്ക് വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ അതിലാകുമ്പോൾ ഐസ്ക്രീം കഴിക്കാൻ എല്ലാം ഉണ്ടാവുമല്ലോ, അത് വാങ്ങിച്ചു കൊടുത്തു. ഓ ഫൈമോന്റെ സന്തോഷം കണ്ടില്ലേ. ഫൈമോൻ അത് കണ്ടപ്പോഴാണ് കുറച്ചൊന്ന് മുഖം ശരിയായത് കേട്ടോ. കുഞ്ഞു അതിനേക്കാൾ ഹാപ്പിയാണ്. ഫൈമോൻ സ്ട്രോയിൽ എന്തൊക്കെയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. അവസാനം അവൻ്റെ സ്ട്രോ പോയി, വേറൊരു സ്ട്രോ വാങ്ങേണ്ടി വന്നു. സ്ട്രോനെ പിടിച്ച് കടിച്ചിട്ടും ഇടങ്ങേറക്കാൻ അവന് ടേബിളിലേക്ക് എത്തുന്നില്ല, അതാണ് പ്രശ്നം. അങ്ങനെ ഇതാ ബില്ല് വന്നിരിക്കുന്നു കേട്ടോ. 366 രൂപ ആയിരിക്കുന്നു. 366 രൂപയ്ക്ക് നമ്മൾ കഴിച്ചു. അപ്പം 366 രൂപ ആയി. ഇക്ക പോയി പൊറോട്ടയൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി വന്നു. പിന്നെ എവിടെ പോയാലും ഫൈക്കുട്ടനൊരു സ്വഭാവമുണ്ട്, കുറേ ടിഷ്യൂ പേപ്പർ അവിടെ നിന്ന് ഇട്ട് കൊണ്ടുവരും കേട്ടോ. കളിക്കാനാണ് പറഞ്ഞിട്ട് ഇനിയും പോട്ടെ എടുക്കാൻ പറയണം. അപ്പൊ ഇക്ക പിടിച്ച് നിർത്തിയിരിക്കണം ഇനി പോണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇതാ പുറത്തിറങ്ങിയിരിക്കുകയാണ് കഴിച്ചിട്ട്. ഇതാട്ടോ ഹോട്ടൽ, ഇതിലാണ് പോയത്. കുഴൽമന്നത്താണ് കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ വീടെത്തിയിരിക്കണം കേട്ടോ. ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ ജ്യൂസ് കുടിച്ചു. ഇക്ക പൊറോട്ട കഴിച്ചു. ഇക്കാക്ക് പൊറോട്ട വേണമെന്ന് പൂതിയാവണമെന്ന് പറഞ്ഞു. തൊട്ടടുത്തുള്ള ഒരാൾ പൊറോട്ട കഴിക്കണം. അപ്പൊ പൊറോട്ട കഴിക്കാൻ കുറെ അതിലെ കഴിച്ചിട്ട് ഇപ്പൊ ആഗ്രഹമാണ് പറഞ്ഞപ്പോ വാങ്ങിച്ചു. സന്തോഷായാ? നല്ല സന്തോഷമായി എന്റെ മക്കൾക്ക്. എത്ര സന്തോഷായി? എത്ര? അപ്പൊ കണ്ടില്ലേ, എന്റെ മക്കള് ഹാപ്പി ആയി. അൽഹംദുലില്ലാഹ്. ഇതിനേക്കാളും വേറെ എന്താണ് വേണ്ടത്? വേറെ ഒന്നും വേണ്ട. അവരെ സന്തോഷിപ്പിക്കാൻ പറ്റി. വെറൊരു 366-400 രൂപ കൊടുത്താലും അവർക്കത് വളരെ സന്തോഷമായിട്ടാ. കാരണം എന്തെന്ന് വെച്ചാ കുറെ ആയി ഇങ്ങനെ പുറത്തൊന്നും പോണില്ല. അന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് അവർക്ക് സ്നാക്സ് ഒക്കെ ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ ഇരുന്നത്. പക്ഷെ ഹോസ്പിറ്റലിലേക്ക് അല്ലാതെ ജ്യൂസ് കുടിക്കാനായിട്ട് പോകുന്നെന്ന് അവരോട് പറഞ്ഞ് അവിടെ എത്തി അവർക്ക് ജ്യൂസും ഐസ്ക്രീമും അവർക്ക് ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവർക്ക് നല്ല മനസ്സിന് നല്ല സന്തോഷമായിട്ടുണ്ട്. എനിക്കും സന്തോഷമായി. എനിക്കൊക്കെ ഒരുപാട് സന്തോഷം. എൻ്റെ കാക്കും ഒരുപാട് സന്തോഷമായി. അപ്പോൾ വീഡിയോ ചെയ്യുന്നു. നമ്മളെ ഇൻസ്റ്റയിലാണ് കേട്ടോ എനിക്ക് പ്രൊമോഷൻ ചെയ്യാൻ കിട്ടിയത്. അപ്പോൾ വീഡിയോ ചെയ്യുന്ന പറഞ്ഞിട്ടും ഈ സാഹചര്യത്തിൽ ചിരിച്ച് വീഡിയോ ചെയ്യുന്നു, ചിരിച്ച് സംസാരിച്ച് വീഡിയോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കുറ്റം പറഞ്ഞ് ഒരുപാട് പേര് കുറ്റപ്പെടുത്തി. ഒരുപാട് പേര് കുറ്റം പറഞ്ഞ് ഈ ഒരു സാഹചര്യത്തിലും ചിരിച്ചുകൊണ്ട് വീഡിയോസ് എടുക്കുന്നു അങ്ങനെ പറഞ്ഞ് ഒരുപാട് പരാതികളും ഒരുപാട് പരിഭവം കേട്ട് കമന്റിലൂടെ ആണെങ്കിലും പുറമേ ആണെങ്കിലും ഒരുപാട് കേൾക്കാൻ പറ്റി. പക്ഷെ അതൊന്നും കേട്ടിട്ട് കരഞ്ഞൊരു ഭാഗത്ത് ഞാൻ എല്ലാം നിർത്തിയിട്ട് ഇരുന്നില്ല. അങ്ങനെ ഇരിക്കാത്തത് കൊണ്ടാണ് ഇന്നിപ്പോ എൻ്റെ മക്കളെ എനിക്ക് ഇത്രയധികം സന്തോഷിപ്പിക്കാൻ എനിക്ക് പറ്റിയത്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഓരോരുത്തരുടെ കമന്റും ഇതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് വിഷമാവും, എനിക്ക് സങ്കടാവും. പക്ഷെ ഞാൻ അത് കുറച്ചു നേരം വിചാരിക്കും, പിന്നെ പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങോട്ട്. പക്ഷെ പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമാവും. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ അധികം എനിക്കിന്നൊരു തീരുമാനമുണ്ട്. ഞാൻ അങ്ങനെ ഒരു സ്വഭാവമാണ് എൻ്റെ. ആരെന്ത് പറഞ്ഞാലും നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യണം, അതാണ് എൻ്റെ സ്വഭാവം.
അപ്പോൾ ഞാൻ അതായത് കരഞ്ഞിട്ട് എല്ലാം തകർന്ന് ഒന്നുമില്ലാതെ ഒരു ഭാഗത്ത് ഇരിക്കില്ല എന്നൊരു മൈൻഡോട് കൂടിയാണ് ഞങ്ങൾ അത്രയും പ്രശ്നത്തിൽ ഇരിക്കുമ്പോഴും ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് നിർത്താതെ വീഡിയോസ് ഞാൻ ചെയ്തുകൊണ്ടേ വന്നത്. അപ്പോൾ അൽഹംദുലില്ലാ അത് കാരണം ഇപ്പം എനിക്കൊരു പ്രൊമോഷൻ വീഡിയോ കിട്ടി, അതിന്നൊരു കുറച്ച് പൈസ കിട്ടി, എൻ്റെ കുട്ടികളെ എനിക്ക് സന്തോഷിപ്പിക്കാൻ പറ്റി. പിന്നെ അത്യാവശ്യം വീട്ടു സാധനങ്ങൾ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നാളെ പോയിട്ട് അത്യാവശ്യം വീട്ടു സാധനങ്ങൾ വാങ്ങണം. ഇൻഷാല്ല പറ്റിയ ഇതിൽ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നതാണ് ആ വീഡിയോ. ഇന്നിപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇക്കൊക്കെ രാത്രി അധികം വണ്ടി ഓടിക്കുന്നത് ശരിയായി വരില്ല, കണ്ണിനൊന്നും ശരിയായി വരില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അധികം നിന്നില്ല. ഇവിടെ നിന്ന് പോകുമ്പോഴേ സമയമായി. അപ്പോൾ ഞാൻ ഇവിടെ പള്ളി നേർച്ചയാണ്, അപ്പോൾ തിരക്കാണ്. അപ്പോൾ വേഗം വന്നു. അപ്പോൾ നാളെ പോയി കുറച്ച് വീട്ടു സാധനങ്ങളും വാങ്ങിക്കണം. അപ്പോൾ അൽഹംദുലില്ലാ. അപ്പോൾ പറയുന്നവരും എന്താ പറയുന്നവർക്ക് പറയാ, കുറ്റം പറയുന്നവർക്ക് പറയാ, അതുപോലെ മറ്റൊരാളെ എന്ത് വേണമെങ്കിലും പറയാ, എന്ത് ഇതാവാ. പക്ഷെ അവരെന്താണ്, അവരുടെ സാഹചര്യം എന്താണ്, അവരുടെ വിഷമം എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ആരോ എന്തോ പറയട്ടെ, ഞാൻ റഷീനെ ആയിരിക്കും. എൻ്റെതായ തീരുമാനങ്ങൾ അതുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകും. എനിക്ക് ശരി എന്നുള്ളത് ഞാൻ ചെയ്യും. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എന്നും പറയും പോലെ നമ്മുടെ ചാനൽ സബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണം. പിന്നെന്താ ചെയ്യേണ്ടത്? ഞാൻ ലൈക്ക് ചെയ്യണം, ഫൈവ് നമ്പർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ക്ലിക്ക് ചെയ്യണം. അപ്പൊ മാക്സിമം വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മുടെ ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ആയി ഒരു വരുമാനം ഞങ്ങൾക്ക് ഇതിന്ന് ഉണ്ടാവണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ആഗ്രഹത്തിനേക്കാളും അത്യാവശ്യമാണ് ഞങ്ങൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ. അപ്പൊ അതിനുവേണ്ടി ഞങ്ങളുടെ കൂടെ എല്ലാവരും, ഞങ്ങളുടെ ഫാമിലി ഉണ്ടാവണം. നമ്മുടെ ഫാമിലി 10,000 കടന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് ഉണ്ടാവും. അപ്പൊ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ആരും വീഡിയോ മാറ്റി പോവല്ലേ. അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ റൂമിൽ പോയോ? അപ്പൊ അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും